സംഭവം വളരെ സിമ്പിൾ ആണെങ്കിലും ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ ക്രോസ് പീസ് വെച്ചടിക്കുന്നത്. അതേപോലെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ കൺഫ്യൂഷൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് നമ്മുടെ ക്രോസ് പീസ് കണ്ടുപിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ നെക്കിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു തുണിയെ ഇതുപോലെ ചെരിച്ച് ക്രോസ് ചെയ്ത് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിന് നീളത്തിലുള്ള ഒരു പീസാണ് വേണ്ടതെന്ന് വെച്ചിട്ട് നീളത്തിലുള്ള ഒരു തുണി എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് ക്രോസ് ആയിട്ടുള്ള ഒരു പീസാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഇത് വലിയണം. ഇതിന്റെ മേൽഭാഗവും താഴ്ഭാഗവും ക്രോസ് ചെയ്താണ് ഇരിക്കേണ്ടത്. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 ക്രോസ് പീസ് അടുത്ത് വെക്കുക. എന്നിട്ട് ഒരെണ്ണം നേർവശത്തും ഒരെണ്ണം കമിഴ്ത്തി ചീത്തവശമാക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേൽഭാഗം എ ഷേപ്പിലാണോ ഇരിക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ എ ഷേപ്പുള്ള ആ 2 അറ്റവും തമ്മിൽ ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ശരിക്കുള്ള ഒരു ക്രോസ് പീസായിട്ട് കിട്ടും. ഇനി നമ്മൾ എവിടെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്? മിക്കവാറും നെക്കിലായിരിക്കും. അപ്പം നെക്കിൻ്റെ ആ ഒരു വശത്തേക്ക് ചീത്തവശം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മറിച്ചടിക്കുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ നല്ല ഭാഗത്ത് ഇതിൻ്റെ നല്ല തുണി വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാൽ മതി. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. ഇതിപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.